എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആക്ച്വലി ഈ കാര്യം ശ്രീനിയേട്ടനെ അറിയിച്ചിട്ടേ ഇല്ല കേട്ടോ. പെട്ടെന്ന് ഒരു 4 ദിവസം മുമ്പാണ് ധ്യാൻ ശ്രീനിവാസനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞത്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എന്നോട് ചേച്ചി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇത്രയും അച്ഛന് ഭയങ്കര സന്തോഷമാകും ചേച്ചി. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ വരുമോ എന്ന് എനിക്ക് സംശയം തോന്നി, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അല്ല ചേച്ചി, അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാനെന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ഇന്നലെയാണ് ഞാൻ ശ്രീനേട്ടനോട് പോയി കാര്യം പറഞ്ഞത്. ശ്രീനേട്ടൻ ഒരുപാട് സന്തോഷം ശ്രീനേട്ടനെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഹരിയേട്ടൻ നേരത്തെ മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൽ ഞാനൊരു കുട്ടിക്ക് ഡബ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ശ്രീനേട്ടനെ ഞാൻ കാണുന്നത്. 76-ലാണെന്ന് തോന്നുന്നു അല്ലേ ഹരിയേട്ട? മണിമുഴക്കം 76-ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ അടുത്തടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കോടമ്പാക്കത്തെ വിഷമഘട്ടങ്ങളെല്ലാം അറിയാം. ആ ഘട്ടത്തിൽ കൂടി കടന്നു പോയവരാണ് നമ്മളെല്ലാവരും. ഞാൻ ഇന്നലെ ശ്രീനേട്ടനോട് ആ പഴയ ഓർമ്മകളെല്ലാം പറയുമായിരുന്നു. കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒരു കാര്യം പറയും. ഇന്നലെ ശ്രീനേട്ടൻ കുറേ ചിരിച്ചു. ശ്രീനേട്ടൻ ഒരിക്കലും എന്നോട് വന്ന് ചോദിച്ചു, പിന്നെ ബാക്കി മലയാളി അസോസിയേഷൻ ഒരു നാടകം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യയാണ് നായിക, അപ്പം വത്സൻ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടറാണ് നായകൻ, ശ്രീനേട്ടൻ സംവിധാനം. അങ്ങനെ ഞങ്ങൾ നാടക റിഹേഴ്സലൊക്കെ തുടങ്ങി. അപ്പോൾ ശ്രീനേട്ടൻ ഇങ്ങനെ എന്നോട് വിവരിക്കുകയാണ് സീൻ എന്താണ് എന്ന്. ബാക്കി അതായത് 7 മണിക്ക് നമ്മൾ നാടകം തുടങ്ങുന്നു, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ഇരുട്ട്, ആരുമില്ല, സ്റ്റേജിൽ ആരും വരുന്നില്ല. അപ്പം ഞാൻ പറയോ ശ്രീനേട്ടാ പൂവില്ലേ ആൾക്കാർ, പോകണമല്ലോ, പോകാൻ വേണ്ടിയാണല്ലോ ഞാൻ അങ്ങനെ ഒരു രംഗം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ബാക്കി സീനൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഹൃദയമായിട്ട് റിഹേഴ്സലൊക്കെ നടക്കുന്നു. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഓടിക്കിടച്ച് ശ്രീനേട്ടൻ വീട്ടിൽ വന്ന് ഭാഗ്യം നാടകം നടക്കില്ല, അത് ക്യാൻസലായി, ഞാൻ നാട്ടിൽ പോകുന്നു പറഞ്ഞ ഒരൊറ്റ ഓട്ടം പോയി. എന്തുകൊണ്ട് നടക്കില്ല, ഒന്നും പറഞ്ഞില്ല. എനിക്ക് നാടകം നടന്നില്ല. കുറേ പ്രാവശ്യം ഞാൻ ചോദിച്ചു, ശ്രീനേട്ട അന്ന് എവിടേക്കാ പോയത്, എന്താണ് നാടകം നടക്കാത്തത്? ഇന്നലെ രാത്രിയും ഞാൻ ചോദിച്ചു, ശ്രീനേട്ട എന്താണ് ഇതുവരെ ശ്രീനേട്ടൻ അതിൻ്റെ രഹസ്യം എന്നോട് പറഞ്ഞിട്ട് ഇല്ല. അങ്ങനെ പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ചിന്താവിഷയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യാനായിട്ട് കുറേ കാലം അതിനിടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ ഫസ്റ്റ് സീനിൽ ഇതുപോലെ സ്ക്രീനിലൊന്നുമില്ല, ഒരു പൂച്ച എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഡയലോഗ്. അപ്പം ഞാൻ പതുക്കെ ശ്രീനേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എനിക്കൊരു ഓർമ്മ, ആ നാടകത്തിൻ്റെ തുടക്കം പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പം ശ്രീനേട്ടൻ പഴയ കാലത്തേക്ക് പോയല്ലേ. അങ്ങനെ ഇവിടെയുള്ള ഓരോരുത്തരുമായിട്ടും ഒരുപാട് ഓർമ്മകളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര ഓർമ്മകളുണ്ട്. ഞാൻ ഒരാളെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? സോണി